സ്വാഗതം. പോസിറ്റീവ് ചിന്തകൾക്കായി നമ്മുടെ മനസ്സിനെ എളുപ്പത്തിൽ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. തുടങ്ങാമല്ലേ? ശരി, നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം കുറയുന്നതായി അടുത്തിടെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി വിജയത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു സംശയം വരും, നെഗറ്റിവിറ്റിയിൽ നിന്ന് ഈ പോസിറ്റീവ് അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ മാറും? ഈ മാറ്റത്തിനായി വളരെ പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് പോസിറ്റിവിറ്റി ടീം ഉണ്ടാക്കുക എന്നത്. ഇത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതായത് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളെ മാത്രം നിങ്ങളുടെ ചുറ്റും നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഘട്ടം, എനർജി എക്സ്ചേഞ്ച് അഥവാ ഊർജം സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്യുന്ന പ്രക്രിയ. നിങ്ങളുടെ ടീമിൽ നിന്ന് പോസിറ്റീവ് ഊർജ്ജം ഉൾക്കൊള്ളുക, ശേഷം ആ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്കും നന്നായി വ്യാപിപ്പിക്കുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. മറ്റുള്ളവരിലേക്ക് പോസിറ്റിവിറ്റി പകർന്ന ആ വ്യക്തിയായി നിങ്ങൾ തന്നെ മാറണം. അവസാനമായി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ പുതിയ മാറ്റങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുക എന്നതാണ്. വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ചിന്തകളെ ഉറപ്പിച്ചു നിർത്താനുമുള്ള ഏറ്റവും മികച്ച വഴിയാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഈ പോസിറ്റീവ് എനർജി ഇന്ന് ആരുമായാണ് നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്.